അമേരിക്കയുടെ ലക്ഷ്യം പാളിയ യുദ്ധമാണ് റഷ്യൻ ഉക്രൈൻ യുദ്ധവും ഇസ്രായേൽ ഇറാൻ യുദ്ധവും. ഈ കാര്യം അന്താരാഷ്ട്ര മീഡിയകൾക്കപ്പുറമായ രീതിയിൽ രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വിലയിരുത്തുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തുന്നതിനിടയിലാണ് ഉക്രൈനെ പ്രചോദിപ്പിച്ചുകൊണ്ട് പ്രസിഡന്റായിരിക്കുന്ന ജോ ബൈഡൻ യുദ്ധത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്നത്. എല്ലാവിധ സഹായ കാര്യങ്ങളൊക്കെ തങ്ങൾ ചെയ്തു തരും, റഷ്യയുടെ ആധിപത്യം അവസാനിപ്പിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രലോഭിപ്പിച്ച് യുദ്ധം ആരംഭിച്ചു. 3 വർഷമായി ഇപ്പോഴും യഥാർത്ഥത്തിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും, അതായത് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ആ മേഖല ഇപ്പോഴും വലിയ പ്രയാസം അനുഭവിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി നമ്മൾ ഇസ്രായേലിലേക്ക് വരുന്ന സമയത്ത് ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ നിർബന്ധമായിരിക്കുന്ന പിടിവാശി മൂലമാണ് ആക്രമണം നടത്തിയത്. അമേരിക്കയും ഇറാനും തമ്മിൽ ആണവായുധ കരാറുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഏകദേശ ധാരണയൊക്കെ ഉണ്ടായതോടനുബന്ധിച്ച് പിന്നീട് എന്തിനു വേണ്ടിയാണ് ഇസ്രായേൽ ആക്രമിച്ചത് എന്ന ചോദ്യത്തിന് ഇപ്പോഴും അമേരിക്കയ്ക്ക് ഉത്തരം പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ ഇത് രണ്ടും ഉണ്ടാക്കിയത് അമേരിക്കയാണ്. എന്നാലും രണ്ടും കൈവിട്ട് പോയിരിക്കുന്ന രീതിയാണ് കാര്യം. ഒരു രാജ്യത്ത് ഇപ്പോൾ യുദ്ധം ചെയ്യുന്ന ഇസ്രായേലിനോ അതല്ലെങ്കിൽ ഉക്രൈനോ വിജയിക്കാൻ പറ്റാത്ത വിധമാണ് യഥാർത്ഥത്തിൽ ആ ഭൂമിയുടെ അവസ്ഥകളും അവിടെ നിന്നുള്ള പ്രത്യാക്രമണവും എന്ന കാര്യത്തിൽ